മീഡിയ ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. റേറ്റിംഗ് കൂട്ടാനുള്ളതാവരുത് മാധ്യമപ്രവർത്തനമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഓർമ്മിപ്പിച്ചു. എം ലോറൻസ് അന്തരിച്ചു. അദ്ദേഹത്തിന് വയസ്സ് 95 അദ്ദേഹത്തിന് മീഡിയ ഡെയിലിയുടെ ആദരാഞ്ജലികൾ. വ്യാജ വാർത്തകൾക്ക് മറുപടി പറഞ്ഞു. വയനാടിനു വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്കും അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തക്കതായ മറുപടി നൽകി. പത്രസമ്മേളനത്തിൽ അൻവറിനെയും തള്ളിപ്പറഞ്ഞു. വാർത്തകൾ വിശദമായി. CPM-ലെ മുതിർന്ന നേതാവ് എം ലോറൻസ് അന്തരിച്ചു. അദ്ദേഹത്തിന് വയസ്സ് 95. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. എറണാകുളം ജില്ലയിലെ CPM വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് എം ലോറൻസ്. വ്യാജ വാർത്തകൾ നൽകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. ചാനൽ റേറ്റിംഗിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുതെന്ന് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാടിന്റെ പേരിൽ സർക്കാർ ധൂർത്ത് നടത്തുന്നുവെന്ന രീതിയിൽ വന്ന വ്യാജ വാർത്തകൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നത്. വിവിധ മാധ്യമങ്ങളിൽ തലക്കെട്ടുകളിൽ വന്ന വാർത്തകളെ നിശ്ചിതമായി തന്നെ അദ്ദേഹം വിമർശിച്ചു. വാർത്തകൾ നൽകുന്നതിനു മുമ്പ് അതിന്റെ ഉറവിട സ്രോതസ്സുകളും പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറുപടി നൽകി. ജയറാം പടിക്കലിന്റെ ജീവചരിത്രം പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശന് മറുപടി നൽകിയത്. ADGP ഇടനിലക്കാരനെന്ന ആക്ഷേപത്തിന് ഇങ്ങനെയാണ് മറുപടി നൽകിയത്. രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. MLA അൻവർ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ഇനി എന്താകുമെന്ന് കണ്ടറിയണം. പഴയ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ആവിയായി പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. പൂരം കലക്കൽ കേസ്, ADGP RSS കൂടിക്കാഴ്ച, പോലീസിലെ കാവ്യവൽക്കരണം, P ശശിയുടെ ഇടപെടലുകൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സ്വാഹ. സംസ്ഥാനത്ത് മെട്രോക്ക് വീണ്ടും പാരയോ? പുതിയ അലൈൻമെന്റ് നീക്കവും യാർഡ് നിർമ്മാണവും ചെന്ന് നിൽക്കുന്നത് സംശയത്തിലേക്കാണ്. സർക്കാരിനെ മറികടന്ന് ഗതാഗത വകുപ്പിന്റെ പുതിയ അലൈൻമെന്റ്. നവമാധ്യമ വിപ്ലവവുമായി കൽട്രോൺ. പുതിയ തൊഴിൽ സാധ്യതകളും വിപണിയിലെ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂ മീഡിയ റെവല്യൂഷൻ, ന്യൂ കരിയർ ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റിംഗ്, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നൂതനമായ കോഴ്സുകൾ എന്നുവേണ്ട പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ധാരാളം കോഴ്സുകൾ കൽട്രോൺ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 14 ക്ലാസുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സെക്സ് റാക്കറ്റ് കണ്ണികളെന്ന് സംശയിക്കപ്പെടുന്നവർ കൊച്ചിയിൽ പിടിയിൽ. 2 വനിതകൾ ഉൾപ്പെടെ 3 പേരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓണത്തിന് മദ്യവിൽപ്പന പൊടിപൊടിച്ചു. സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ ഒഴുകിയെത്തി. ബെവ്കോ ജീവനക്കാർക്ക് ഉയർന്ന ബോണസും നൽകി സർക്കാരും ഹാപ്പി, ഉദ്യോഗസ്ഥരും ഹാപ്പി. ഇവിടെ നാം കാണാതെ പോകുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീവിതം ഹോമിക്കപ്പെടുന്ന യുവത്വം. എന്തുപറ്റി നമ്മുടെ സേവ്യത്തിന്റെ സ്വന്തം നാടിന്? PV അൻവർ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലും പോലീസിലും ഒരു കൂട്ടർ എന്തിനും തിരഞ്ഞിറങ്ങിയപ്പോൾ ദൈവം തന്റെ സ്വന്തം നാടിനെ കൈവിട്ടുവോ? സ്കൂൾ വരാന്ത മുതൽ ജയിലറകൾ വരെയും യഥേഷ്ടം ലഭിക്കുന്ന മദ്യവും മയക്കുമരുന്നും. വാർത്തകൾ വിശദമായി അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും.